How old are you? 36. 36? Yes. Okay, that will be. Yeah, she's 36. I don't think so. Yes. Basic 6 years. Yes, I've seen that. I've seen that. But then we have to say All right. English expression. Make a note of Mr. Kaur, here, see this. Yeah, that's an English. Policies are not to stick to that. Yes. One bit confusing. Quite some time, but. I think we have a bit of a problem here, Mrs. Rajiv. Because definitely you are aware of the age bar we have for this job. And it's 35. But I am just 36. Of course. But once a rule is set, it's really not flexible. But my husband and daughter are going to Ireland. So if I do not have a job there, I will not be able to go. Because we cannot afford with only my husband's salary. We do understand your situation, Mrs. Rajiv. And we do empathize. But that's pretty much the only thing we can do. We are truly sorry. Roger calling. VVIP route point number 1 alert. പ്രസിഡന്റിന്റെ കോൺവോയ് വില്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ട്രാഫിക് പാർട്ടി അലർട്ട് ആൻഡ് റോഡ് ക്ലിയറൻസ്. നിരുപമ രാജീവ് ജനറൽ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് സാർ. റവന്യൂവിൽ UD ക്ലർക്കാണ്. ഹസ്ബൻഡ് രാജീവ് കൊച്ചി ആകാശവാണിയിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവ്. മറ്റുള്ള എല്ലാ ഇൻഫർമേഷൻസും മാക്സിമം 24 മണിക്കൂറിനും കളക്ട് ചെയ്യണം. പേഴ്സണൽ, പ്രൊഫഷണൽ എല്ലാം. സാർ ഇത്രയും ഷോർട്ട് നോട്ടീസിൽ ഏത് മെഷേഴ്സ് ഉപയോഗിച്ചോളൂ. നമ്മളൊരു ടീമും IBയും പാരലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. See, we don't have much time. സാർ 9447085671 രാജീവ് നാരായണൻ ഹസ്ബൻഡിന്. സത്യത്തിൽ ഇത് ശരിയായ ഒരു രീതിയല്ല. ആക്ച്വലി വാട്ട് വി ആർ ഡൂയിങ് ഈസ് അൺഎത്തിക്കൽ. ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ വേറെ എങ്ങനെയാണ് സാർ നമുക്ക് കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടുക? ഇതിനൊക്കെ വേണ്ടിയല്ലേ സാർ ടെക്നോളജി? ടെക്നോളജി ഈസ് നോട്ട് ഓൾവേസ് ഗുഡ്. അയാൾ ഫോൺ എടുക്കുന്നില്ല. ചേച്ചി സ്റ്റോപ്പ് അവിടെയാണ്. പേടിക്കത്തക്കതായിട്ടൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. അവന്റെ വീട്ടിലറിയിച്ചിട്ടുണ്ട്. അവരിപ്പം എത്തും. പ്രസിഡന്റ് വരുന്നതുകൊണ്ട് വണ്ടികളെല്ലാം പത്മ ജംഗ്ഷനിൽ തിരിച്ചുവിടുകയായിരുന്നു. ഞാനവിടെ ഒരു സൈഡ് റോഡിൽ ലെഫ്റ്റ് ഇടിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ പയ്യൻ മുമ്പിൽ വന്ന് വിട്ടു. ഞാൻ ഇവരെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആ വീക്ഷണം ശിവൻകുട്ടിയുടെ മോനാ സാറേ. ടെൻഷൻ ആവണ്ട. 336-37 കേസുണ്ടാവും. പക്ഷേ ഫൈനടച്ച് ഈസിയായിട്ട് ഊരിപ്പോരാ. ചിലപ്പോൾ കുറച്ച് പൈസ ഇറക്കേണ്ടി വരും. അറിയാലോ. അതിറക്കാം. പക്ഷെ വരുന്ന ബുധനാഴ്ച എനിക്ക് അയർലൻഡിലേക്ക് ഒരു വിസ ഇന്റർവ്യൂ ഉണ്ട്, മദ്രാസ് വെച്ച്. അത് മുടങ്ങരുത്. എനിക്ക് അത്രേ ഉള്ളൂ. ഓ അങ്ങനെ ഉണ്ടല്ലേ. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന ആള് പത്രക്കാരനായതുകൊണ്ടുള്ള തലവേദന വല്ലതും വന്നാലേ ഉള്ളൂ. ലോക്കൽ നേതാക്കളുമായിട്ട് നല്ല കണക്ഷനായേക്കാം. അതും ഇതുമൊക്കെ എഴുതി പിടിപ്പിക്കാതെ നോക്കിയാൽ മതി. വിസ അപ്രൂവലിന് നിൽക്കുന്ന നേരത്ത് അങ്ങനെ ഒരു ടോക്ക് വരാതിരിക്കാൻ നല്ലത്. അല്ലെങ്കിൽ പിന്നെ അത് വേണ്ട, ശരിയാവില്ല. എന്താ? ഏയ് അത് ശരിയാവില്ല രാജീവേ. എന്താണേലും പറ വിനോദ്. വിസ റിജക്റ്റ് ആവുന്ന കാര്യം മാത്രം എനിക്ക് ആലോചിക്കാൻ പറ്റില്ല. 2 കൊല്ലം സ്ട്രെയിൻ ചെയ്തിട്ട് കിട്ടിയ പ്ലേസ്മെന്റാ. എന്ത് സൊല്യൂഷൻ ആണേലും ഞാൻ ഓക്കെയാണ്. വൈഫ് അയർലൻഡിലേക്ക് വരുന്നുണ്ടോ? എന്ന് വെച്ചാൽ ഡിപ്പെൻഡന്റ് വിസയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ അവൾ ജോബ് ഇന്റർവ്യൂ പാസ്സാവാനുള്ള സാധ്യതയില്ല. മിക്കവാറും ഞാൻ മാത്രമായിരിക്കും പോകുന്നു. വിനോദ് അങ്ങനെ ചോദിച്ചു. സാറേ ശിവൻകുട്ടി. വൈഫിന് ലൈസൻസ് ഉണ്ടോ? തോപ്പുംപടിയല്ലേ ഇറങ്ങേണ്ടത്? മാറിയ
തോപ്പും വഴിയായാ? ഇനി 5-6 സ്റ്റോപ്പ് കൂടി ഉണ്ട്, അവിടെ പോയിരുന്നോ? തോപ്പുംപടിക്ക് ഇനി 5-6 സ്റ്റോപ്പ് ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. അച്ചപ്പത്തിന്റെയും കുഴലപ്പത്തിന്റെയും കച്ചവടമൊക്കെ നിർത്തിയോ? അതൊക്കെ ഇപ്പൊ ആർക്ക് വേണം കൊച്ചേ? എല്ലാരും ഇപ്പൊ അങ്ങ് ബേക്കറിയിലേക്കല്ലയോ. അതുകൊണ്ടെന്താ, ഓരോന്നിനും ഇപ്പൊ 35-ാമത്തെ വയസ്സിലല്ലേ ഷഷ്ടി പൂർത്തി. തിന്നുന്ന ഓരോന്നിന് മേലനങ്ങാൻ വയ്യ. ആരാ? ഇന്ത്യൻ പ്രസിഡന്റ്. ആണോ? പുള്ളി എപ്പോ വന്നു? ഓ, അപ്പൊ അതിന്റെയാണ് ഈ ബ്ലോക്ക്. അപ്പൊ പത്രമൊക്കെ ഡെയിലി വായിക്കാറുണ്ടല്ലയോ? അല്ല, കഴിഞ്ഞ ദിവസം ആ പാസ്പോർട്ട് ഓഫീസിന്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടല്ലോ. കൂടുന്നത് അനിയച്ചാരാണല്ലയോ? അല്ല, ഹസ്ബൻഡാ. അല്ല, തോപ്പുംപടി എത്താറായില്ലയോ? നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് പോകണമെങ്കിൽ ലീവ് എടുത്ത് പൊക്കോണം. അല്ലാതെ തോന്നുന്ന സമയത്ത് വന്ന് അറ്റൻഡൻസിൽ ഒപ്പിടുന്ന പരിപാടി ഉണ്ടല്ലോ. ഐ വിൽ നോട്ട് അലോ ദാറ്റ്. റോഡ് ബ്ലോക്കായിട്ട് നിങ്ങളെ ഈ മാസം തന്നെ എത്രാമത്തെ പ്രാവശ്യം ഞാൻ വിളിച്ച് വാൺ ചെയ്യുന്നത്? തങ്കപ്പൻ എഴുതേണ്ട സർട്ടിഫിക്കറ്റിൽ തങ്കമ്മ എന്ന് എഴുതുക. അർജന്റ് ഫയൽ എന്ന് പറഞ്ഞാലും 3 ആഴ്ച കഴിഞ്ഞ് പുട്ടപ്പ് ചെയ്യുക. ദർ ഈസ് എ ലിമിറ്റ്. ഇതിപ്പോ നിങ്ങളുടെ ഒരു കൊലീഗ് തന്നെ വന്ന് കംപ്ലൈന്റ് ചെയ്തത് ഈ രജിസ്റ്ററിൽ ഒപ്പിടുന്ന കാര്യം അറിയോ? ഒന്നുമല്ലേലും 10-40 വയസ്സായില്ലേ നിങ്ങൾക്ക്? മേലിൽ ഇനി ഇങ്ങനെ എന്തെങ്കിലും കേട്ടാ ഐ വിൽ ഡെഫിനറ്റ്ലി ടേക്ക് ആക്ഷൻ. എക്സ്ക്യൂസ് മീ, യെസ്, മേ ഐ? ആ പോ. എടോ തിരുമമേ, താൻ എനിക്ക് കൂടി സസ്പെൻഷൻ വാങ്ങിച്ചു തരും. ഒപ്പിടാൻ സമ്മതിച്ചതിന് അങ്ങേരെ എന്നോട് എടുത്ത് പോര്. തൂക്കിക്കൊല്ലാന്ന് മാത്രമേ ഇനി പറയാൻ ബാക്കിയുള്ളൂ. സോറി. നീ ഒപ്പിട്ട് കഴിഞ്ഞ് രാവിലെ അവൾ അകത്തേക്ക് കയറിപ്പോന്ന് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ. പിന്നെ സത്യസന്ധതയുടെ നിറകുടമല്ലേ ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സാധനം. എനിക്കുണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇവൾ ഇവിടെ കിടന്ന് ഉറങ്ങുന്ന ഫോട്ടോ ഞാൻ ഇട്ടേനെ, ഉറപ്പാ. അത് വേണ്ട, അങ്ങനെയാണെങ്കിൽ അവളും ഇടാൻ തുടങ്ങും. ഏതായാലും നല്ല ദിവസം തന്നെ. ഇന്റർവ്യൂ അങ്ങനെ, ഇവിടെ വന്നപ്പോ ദേ ഇതും. ലച്ചുവിനാണെങ്കിൽ ഇന്ന് നേരത്തെ സ്കൂള് വിടും. വിളിക്കാൻ ചെല്ലാന്ന് ഞാൻ അവളോട് പറഞ്ഞതാ. ഇനിയിപ്പോ സമയത്തിന് മുമ്പ് ഇറങ്ങാൻ ഇങ്ങേരും സമ്മതിക്കില്ല. മര്യാദയ്ക്ക് ഞാനിവിടെ എത്തിയേനെ. ആ ഇന്ത്യൻ പ്രസിഡന്റാ എല്ലാം കൊളാക്കിയത്. അങ്ങേർക്ക് ഇന്ന് തന്നെ കൊച്ചി കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ലല്ലോ. ചേച്ചി, പുള്ളി കുറച്ചു നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അതിന് അതെന്തോ പേപ്പറിന്റെ കാര്യമാണ്. അതൊന്ന് ക്ലിയർ ചെയ്തോടെ പുള്ളിക്ക് പോവാമല്ലോ, പ്രായമുള്ള ആളല്ലേ. ഇന്നിനി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ട. എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുത്തങ്ങ് വിട്ടേരും. വിവാഹധന സഹായത്തിന് ഒരപേക്ഷ ഞാൻ കഴിഞ്ഞ ആഴ്ച വിവാഹധന സഹായത്തിന് ഒരപേക്ഷ ഞാൻ നൽകിയിരുന്നു. അതെന്തായിന്ന്? തഹസീൽദാർക്ക് അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 തവണ വന്നപ്പോഴും ഇത് തന്നെയാ പറഞ്ഞത്. ഞാൻ വാക്കുമാറ്റി പറയുന്നൊന്നുമില്ലല്ലോ. ഇപ്പോഴും അത് തന്നെയല്ലേ പറയുന്നത്. കല്യാണത്തിന്റെ ആവശ്യത്തിനാ. തീയതി അടുത്ത് വരിക. ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ തീയതി കുറിച്ചത്. നോക്കട്ടെ, 2 ദിവസം കഴിഞ്ഞു വാ. പേരെന്താന്നാ പറഞ്ഞത്? ജയചന്ദ്രൻ. ഹരിശ്ചന്ദ്രൻ എന്നല്ലല്ലോ. ഇപ്പൊ വന്ന് കേറിയല്ലേ ഉള്ളൂ. 14 വർഷം ഇതിൻ്റെ അകത്ത് കേട്ടോ. സോ താങ്ക് യു. ഞാൻ വന്നതും ചോദിച്ചതുമെല്ലാം കീപ് ഇറ്റ് വെരി കോൺഫിഡൻഷ്യൽ. പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? നോക്കട്ടെ.
സർ നത്തിങ് അൺയൂഷ്വൽ. കേട്ടിടത്തോളം ഒരു അൺഈവൻഫുൾ ജോബ് പ്രൊഫൈലാണ്. ആളിപ്പോൾ ഓഫീസിൽ തന്നെയുണ്ട്. മറ്റ് ഇൻഫർമേഷൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരത്തിന് എല്ലാ ഡീറ്റെയിൽസും കിട്ടും സർ.